മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. അബാക്കസ് ആണ്. വിച്ച് അബാക്കസ് ഷോസ് ദ സ്മോളർ? പുട്ട് ടിക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2 അബാക്കസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് അബാക്കസ് ആണ് സ്മോളർ നമ്പർ കാണിക്കുന്നത് അതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അബാക്കസിൽ നമ്പർ എത്രയാണ്? 100s പ്ലേസിൽ 3 ബീഡ്സ്, 10s പ്ലേസിൽ 1 ബീഡ്, ദെൻ 1s പ്ലേസിൽ 5 ബീഡ്സ്. അപ്പോൾ എത്രയാണ് വരിക? 315 അല്ലേ. നിങ്ങൾ നമ്പർ എഴുതൂലോ. ഇനി അടുത്തത് നോക്കൂ, എത്രയാണ്? അവിടെ 100s പ്ലേസിൽ 3 ബീഡ്സ്, 10s പ്ലേസിൽ 0 ബീഡ്, ദെൻ 1s പ്ലേസിൽ 1 ബീഡ്. അപ്പോൾ എത്രയാണ് നമ്പർ വരിക? 301 എന്നല്ലേ വരിക. അപ്പോൾ ഏതാണ് സ്മോളർ നമ്പർ കാണിക്കുന്ന അബാക്കസ്? ഏതാണ്? സെക്കൻഡ് വൺ അല്ലേ. അവിടെ ടിക്ക് ഇടുക കേട്ടോ. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ദ അബാക്കസ് ടു ഷോ ദ നമ്പർ 547. 547 എന്നുള്ള നമ്പർ കാണിക്കണ അബാക്കസ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വരയ്ക്കൂലോ. എങ്ങനെ വരയ്ക്കുക? 100s പ്ലേസിൽ 5 ബീഡ്സ്, 10s പ്ലേസിൽ 4 ബീഡ്സ്, ദെൻ 1s പ്ലേസിൽ 7 ബീഡ്സ്. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ബീഡ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദ 100s പ്ലേസ് ടു 10s പ്ലേസ്, what will be the difference between the new number and the original number? എന്താണ്? 100s പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് 10s പ്ലേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പുതിയ നമ്പറും അതുപോലെ തന്നെ ഒറിജിനൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒറിജിനൽ നമ്പർ എത്രയാ? 547 അല്ലേ. 100s പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് 10s പ്ലേസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറും? 457 എന്നല്ലായി മാറില്ലേ. അതായത് 457 എന്നായി മാറൂല്ലേ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഒരു 100 കുറഞ്ഞു, ഒരു 10 കൂടി. അപ്പോൾ മൊത്തം ഡിഫറൻസ് എത്രയാണ്? 100ൽ നിന്ന് 10 പോയാൽ 90 അല്ലേ. 90 അല്ലേ ഡിഫറൻസ് വരിക. 90 കുറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ നമുക്ക് 96 എന്ന നമ്പർ തന്നിട്ടുണ്ട്. 96 ഇൻറ്റു ഡാഷ്, ദെൻ 32 ഇൻറ്റു ഡാഷ്, ഡാഷ് ഇൻറ്റു 2, 24 ഇൻറ്റു ഡാഷ്, 8 ഇൻറ്റു ഡാഷ്, 6 ഇൻറ്റു ഡാഷ്. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാലോ. 96 ഇൻറ്റു ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം നമ്പർ കിട്ടുക എന്നറിയാലോ. അപ്പോൾ 96നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 96 കിട്ടുക? 96 ഇൻറ്റു 1 ആണല്ലേ. അപ്പോൾ 1 എന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാഫ് അറിഞ്ഞിരിക്കണം, ഡബിളും അറിയണം. അതായത് 96ൻ്റെ ഹാഫ് എത്രയാണ്? 96ൻ്റെ ഹാഫ് കാണുക എങ്ങനെയാണ്? 90യുടെ ഹാഫ് 45 അല്ലേ. അതായത് 6ൻ്റെ ഹാഫ്, 90യുടെ ഹാഫ് 45ഉം 6ൻ്റെ ഹാഫ് 3ഉം. അപ്പോൾ 45ഉം 3ഉം കൂടി 48. പിന്നെ 48ൻ്റെ ഹാഫ് എങ്ങനെയാണ് വരിക? 40യുടെ ഹാഫ് 20, 8ൻ്റെ ഹാഫ് 4. അപ്പോൾ 20യും 4ഉം 24. അപ്പോൾ 24ൻ്റെ ഹാഫ് എങ്ങനെയാണ്? 20യുടെ ഹാഫ് 10, 4ൻ്റെ ഹാഫ് 2. അപ്പോൾ 10ഉം 2ഉം 12. അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ 1ൻ്റെ ഡബിൾ അറിയണം. 1ൻ്റെ ഡബിൾ നമുക്കറിയാലോ 2, 2ൻ്റെ ഡബിൾ അറിയാലോ 4, 4ൻ്റെ ഡബിൾ 8, 8ൻ്റെ ഡബിൾ 16, 16ൻ്റെ ഡബിൾ എത്രയാണ് വരിക? 32. അങ്ങനെ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ നമ്മൾ ഫില്ല് ചെയ്തു. 96 ഇൻറ്റു 1 എന്ന് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് 96ൻ്റെ ഹാഫ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. 96ൻ്റെ ഹാഫ് എത്രയാണ് കാണാൻ? എങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. 90യുടെ ഹാഫ് 45ഉം 6ൻ്റെ ഹാഫ് 3ഉം, 45ഉം 3ഉം 48. എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 1ൻ്റെ ഡബിൾ അപ്പോൾ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. 1ൻ്റെ ഡബിൾ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടുക? 96നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 കിട്ടും എന്നുണ്ടെങ്കിൽ 1ൻ്റെ ഡബിൾ ആയ 2നെ 96ൻ്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ കിട്ടുക. അപ്പോൾ 48 ഇൻറ്റു 2 ആണ് 96. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി 48ൻ്റെ ഹാഫോ അല്ലെങ്കിൽ 2ൻ്റെ ഡബിളോ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. 48ൻ്റെ ഹാഫ് നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ, 24. 48ൻ്റെ ഹാഫ് എത്രയാണ്? 24 അല്ലേ. അപ്പോൾ 24നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 96 കിട്ടുക? 2ൻ്റെ ഡബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 48 ഇൻറ്റു 2 96 ആണെങ്കിൽ 48ൻ്റെ ഹാഫായ 24നെ 2ൻ്റെ ഡബിളായ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 24 ഇൻറ്റു 4 എന്ന് എഴുതുക. അവിടെ അപ്പോൾ ഫില്ലായി. ഇനി അടുത്തത് നോക്കേണ്ടത് 24ൻ്റെ ഹാഫ് എത്രയാണ്? 12 ആണ്. 12 എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. ഇല്ല. 4ൻ്റെ ഡബിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ 96 കിട്ടാനായിട്ട് 24ൻ്റെ ഹാഫായ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12 എന്ന് ഫില്ല് ചെയ്യുക. അടുത്തത് നോക്കൂ. അടുത്തത് 8ൻ്റെ ഡബിൾ തന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ നമുക്ക് 8ൻ്റെ ഡബിൾ തന്നിട്ടില്ല, പക്ഷേ 12ൻ്റെ ഹാഫ് തന്നിട്ടുണ്ട്. 12ൻ്റെ ഹാഫ് 6 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ൻ്റെ ഡബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് 6 ഇൻറ്റു ഡാഷിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 8ൻ്റെ ഡബിളായ 16
മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കൊരു ഒന്നും കൂടി ഫില്ല് ചെയ്യാനുള്ളൂ അല്ലേ. അതായത് 32 ഇൻറ്റു ഡാഷ്. 32 എന്ന് പറഞ്ഞാൽ 60ന്റെ ഡബിൾ ആണല്ലോ. 32 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടുക? 6ന്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 3 കേട്ടോ. 3 എന്ന് ഫില്ല് ചെയ്യുക. ഇത് ക്ലിയർ ആയല്ലോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കി വെക്കുക. അതിങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അടുത്ത ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫൈൻഡ് ദ ടൈം. എബി ഗെറ്റ്സ് റെഡി ടു ഗോ ടു സ്കൂൾ ഫോർ ക്രിസ്മസ് സെലിബ്രേഷൻ. സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷന് പോകാനായിട്ട് എബി റെഡി ആവുകയാണ്. ദ സെലിബ്രേഷൻ സ്റ്റാർട്ട്സ് അറ്റ് 9:30. ഡ്രോ ദ ഹാൻഡ്സ് ഇൻ ദ ക്ലോക്ക് ടു ഷോ ദ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ 9:30ക്കാണ്. ആ സമയം കാണിക്കാനായിട്ട് ഹാൻഡ്സ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്ലോക്കിൽ നമ്മളിങ്ങനെയല്ലേ വരയ്ക്കുക? 9:30 ആണ് അല്ലേ. Then the clock shows the time Abby left the house. What's the time? ഇവിടെ കണ്ടോ സൈഡിൽ ക്ലോക്ക് കാണിച്ചിരിക്കുന്നത് എബി വീട്ടിൽ നിന്ന് പോയ സമയമാണ് കേട്ടോ. സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 9:15 ആണ് അല്ലേ. അതായത് 9:15 അല്ലെങ്കിൽ 15 minutes past 9. ഓക്കെ, അങ്ങനെ സമയം എഴുതുക. അടുത്തത് നോക്കൂ. എബി റീച്ച് സ്കൂൾ അറ്റ് 9:30. ദെൻ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എബി ടു റീച്ച് ഹി സ്കൂൾ. അതായത് എബി സ്കൂളിൽ 9:30ക്ക് എത്തിയില്ലേ, എത്ര സമയം എടുത്തു സ്കൂളിലേക്ക് എത്താനായിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എബി വീട്ടിൽ നിന്ന് പോയ സമയമാണ് കേട്ടോ. 9:15 ആണ് അല്ലേ. 9:30ക്ക് എത്തി എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് എടുത്തു? 15 minutes ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 15 minutes എന്ന് എഴുതുക. സെലിബ്രേഷൻ എൻഡഡ് അറ്റ് 12 PM. റൈറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദ സെലിബ്രേഷൻ. അതായത് ഈ സെലിബ്രേഷൻ അവസാനിച്ചത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പോൾ എത്ര സമയം എടുത്തു ഈ സെലിബ്രേഷൻ ആയിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? 9:30ക്കാണ് അല്ലേ. എത്ര സമയം എടുത്തു? 9:30 to 10:30 എന്ന് പറയുമ്പോൾ ഒരു അവർ. ദെൻ 10:30 to 11:30 എന്ന് പറയുമ്പോൾ 2 hours. ദെൻ 11:30 നിന്ന് 12ലേക്ക് ഒരു ഹാഫ് അവറും. ഓക്കെ, അപ്പോൾ എത്രയാ? 2 hours 30 minutes എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, ലെറ്റ്സ് മെഷർ ആൻഡ് റൈറ്റ് ആണ് കേട്ടോ. അതായത് മെഷർ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്കെയിൽ കാണിച്ചതുകൊണ്ട് ആ സ്കെയിലിലെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ട് നിങ്ങളുടെ തന്നെ മെഷർ ചെയ്തിട്ട് എഴുതാനും പറയും. സ്കെയിൽ വെച്ച് മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് എഴുതുക വേണ്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നത് പെന്നാണ്. പെൻ എത്ര സെന്റിമീറ്റർ നോക്കൂ. പെന്നിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്? 1 തൊട്ടിട്ട് 12 വരെയാണ് അല്ലേ. അതായത് എത്ര സെന്റിമീറ്റർ ആണ്? അതായത് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണെന്ന് അറിയാലോ. ആ 15 സെന്റിമീറ്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ കുറവ് അല്ലേ. അപ്പോൾ എത്രയാ വരിക? 11 സെന്റിമീറ്റർ അല്ലേ. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 to 2 എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ, 2 to 3 2, 3 to 4, ദെൻ 4 to 5 അങ്ങനെ എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴും എന്ത് തന്നെ വരിക? 11 സെന്റിമീറ്റർ തന്നെ വരിക കേട്ടോ. അടുത്ത് നോക്കൂ, പെൻസിലാണ്. പെൻസിൽ എത്ര സെൻറ്റിമീറ്റർ നോക്കൂ. ഇവിടെ 0 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 0 തൊട്ടിട്ട് എത്ര വരെയാണ്? 6 വരെ അല്ലേ. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ദെൻ ഇറേസർ നോക്കൂ. ഇറേസർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വെച്ചിട്ടാണ് അല്ലേ. 2 തൊട്ടിട്ട് 3, 3 തൊട്ടിട്ട് 4. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 2 സെൻറ്റിമീറ്റർ അല്ലേ. 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ദെൻ അടുത്തത് നോക്കൂ, ഷാർപ്പനർ ആണ്. ഷാർപ്പനർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 7 തൊട്ടിട്ട് 10 വരെയാണ് അല്ലേ. അപ്പോൾ 7 നിന്ന് 10 എന്ന് പറഞ്ഞാൽ 7 to 8 1 സെൻറ്റിമീറ്റർ, 8 to 9 2 സെൻറ്റിമീറ്റർ, ദെൻ 9 to 10 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാ? 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക കേട്ടോ. ഇനി അവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 1 meter ഈസ് ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ? 1 meter 100 സെൻറ്റിമീറ്റർ അല്ലേ. 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ റെക്ടാങ്കിൾ ബിലോ. ചോട്ടിലെ റെക്ടാങ്കിൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് പെയർ ഓഫ് റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ലെങ്ത് ഓഫ് എബവ് റെക്ടാങ്കിൾ. മുകളിലെ റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് ഇല്ലേ, അതിന് തുല്യമായത് ഇതിലേത് പെയർ ഓഫ് റെക്ടാങ്കിൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കാണണം അല്ലേ. അതായത് റെക്ടാങ്കിൾസിൻ്റെ ടോട്ടൽ ലെങ്ത് എങ്ങനെയാണ് കാണുക? 4 സൈഡ്സും കൂടി കൂട്ടണം അല്ലേ. 10 + 10 + 6 + 6 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 32 എന്നല്ലേ വരിക. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ എബവ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. അപ്പോൾ ചോട്ടിലെ റെക്ടാങ്കിൾസിൻ്റെ എല്ലാം ടോട്ടൽ ലെങ്ത് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 16 ആണ് ആദ്യത്തെ റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത്. ഇതുപോലെ കാണുക കേട്ടോ. നെക്സ്റ്റ് 14 ആണ്, ദെൻ 18, ദെൻ 20. അപ്പോൾ ഏതൊക്കെ പെയേഴ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് മുകളിലെ റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടുക? ഈ 2 റെക്ടാങ്കിൾസ് ആണ് അല്ലേ. 18ഉം 14ഉം കൂട്ടുമ്പോഴല്ലേ 32 കിട്ടുക. അത് ജോയിൻ ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കൂ കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. സ്റ്റുഡൻസ് ഓഫ് സ്റ്റാൻഡ് തേർഡ് ആർ അറേഞ്ചിങ് ചെയേഴ്സ് ഫോർ ക്രിസ്മസ് സെലിബ്രേഷൻ. എന്താണ് 3ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് ചെയേഴ്സ് അറേഞ്ച് ചെയ്യാണ് അല്ലേ. ചെയേഴ്സ് ആർ അറേഞ്ച് ഇൻ 16 rows. ഈച്ച് റോ ഹാസ് 4 ചെയേഴ്സ്. ചെയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് 16 റോസിലാണ്, 16 വരിയിലാണ്. ഓരോ വരിയിലും എത്ര ചെയേഴ്സ് ഉണ്ട്? 4 ചെയേഴ്സ് ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൗ മെനി ചെയേഴ്സ് ആർ അറേഞ്ച്? എത്ര ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 16. ദ നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ ഈച്ച് റോ എത്രയാണ്? 4 ചെയേഴ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് എങ്ങനെയാ കാണുക? 16 × 4 അല്ലേ. 16 4s are എത്രയാ വരിക? അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? 10 + 6 ആണല്ലോ 16. ആദ്യം 10 × 4 കാണുക, അതായത് എളുപ്പമല്ലേ. 40 അല്ലേ. ദെൻ 6 × 4 കാണുക, 24 അല്ലേ. 40 + 24 അപ്പോൾ എത്രയാണ് വരിക? 64 എന്ന് എഴുതുക. ഇനി നോക്കൂ, അടുത്തത് നോക്കൂ. ആസ് ദ ചെയേഴ്സ് ആർ നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ഓൾ സ്റ്റുഡൻസ്, 2 rows ആർ അറേഞ്ച്ഡ് വിത്ത് 4 ചെയേഴ്സ് ഈച്ച്. എന്താണ്, കുട്ടികൾക്കെല്ലാം തികയാതായി അല്ലേ, ചെയേഴ്സ് സഫീഷ്യൻ്റ് അല്ലാതായി. അപ്പോൾ 2 റോസും കൂടി അറേഞ്ച് ചെയ്തു. ചെയേഴ്സ് 4 ചെയേഴ്സ് വെച്ചിട്ട് 2 റോസും കൂടി അറേഞ്ച് ചെയ്തു. ഹൗ മെനി ന്യൂ ചെയേഴ്സ് ആർ അറേഞ്ച്? അപ്പോൾ എത്ര ന്യൂ ചെയേഴ്സ് അറേഞ്ച് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ന്യൂ ചെയേഴ്സ് വന്നത്? 2 റോസിൽ 4 ചെയേഴ്സ് വെച്ചിട്ട്. നമ്പർ ഓഫ് റോസ് എത്രയാ? 2. ദ നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ ഈച്ച് റോ എത്രയാണ്? 4. അപ്പോൾ 2 4s are എത്രയാണ്? 8 അല്ലേ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നൗ ഹൗ മെനി റോസ് ആർ ദർ ഇൻ ടോട്ടൽ? ഇപ്പോൾ ടോട്ടൽ റോസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓൾറെഡി 16 റോസ് ആയിരുന്നു അറേഞ്ച് ചെയ്തത്. ചെയേഴ്സ് തികയാതെ വന്നപ്പോൾ എഗെയിൻ 2 റോസും കൂടി അറേഞ്ച് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാ? 16 + 2 അല്ലേ, 18 അല്ലേ. 18 റോസ് എന്ന് എഴുതുക. അടുത്തത് നോക്കുക. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ലെങ്കിൽ 18 റോസ് ആണ്. നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ ഈച്ച് റോ 4 ആണ്. അപ്പോൾ 18 × 4 വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് ആദ്യം 16 റോസിൽ 4 ചെയേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തതിൻ്റെ ടോട്ടൽ എത്ര ചെയേഴ്സ് ആയിരുന്നു? 64 ആയിരുന്നു. ന്യൂ ചെയേഴ്സ് അറേഞ്ച് ചെയ്തപ്പോൾ എത്രയായിരുന്നു? 8 ചെയേഴ്സ് ആയിരുന്നു. അപ്പോൾ മൊത്തം എത്ര ചെയേഴ്സ് ആണ്? 64 + 8 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 72. അങ്ങനെ ചെയ്താലും മതി. അടുത്ത ആക്ടിവിറ്റി കലണ്ടറാണ്. ഗിവൺ ബിലോ ഈസ് ദ കലണ്ടർ ഓഫ് ഡിസംബർ 2024. ചോട്ടിൽ തന്നിരിക്കുന്നത് 2024 കലണ്ടറാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. വിച്ച് ഡേ ഈസ് 31st December എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഡേ ആണ് 31st December? ട്യൂസ്ഡേ അല്ലേ. ട്യൂസ്ഡേ എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി തേഴ്സ്ഡേസ് ആർ ദർ ഇൻ ദിസ് മന്ത്? എത്ര തേഴ്സ്ഡേസ് ഉണ്ട് ഈ മന്തിൽ? 4 അല്ലേ. 4 തേഴ്സ്ഡേസ് അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ആർ ദ ഡേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഡേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വരിക? 5, 12, 19, 26 അല്ലേ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്കൂൾ ക്ലോസസ് ഫോർ ക്രിസ്മസ് വെക്കേഷൻ ഓൺ December 20th ആൻഡ് റീഓപ്പൺസ് ഓൺ December 30th. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഫോർ ക്രിസ്മസ് വെക്കേഷൻ? അതായത് സ്കൂള് ക്രിസ്മസ് വെക്കേഷനായിട്ട് ക്ലോസ് ചെയ്യുന്നത് December 20th അത് റീഓപ്പൺ ചെയ്യുന്നത് December 30th. അപ്പോൾ എത്ര ദിവസം ഉണ്ട് ക്രിസ്മസ് വെക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 20th ക്ലോസ് ചെയ്യുന്നു പറയുമ്പോൾ 20th ഒരു വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ December 30th റീഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 30th എന്താണ്? വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടിട്ടാണ്? 21 തൊട്ടിട്ടല്ലേ. 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പോൾ എത്ര ഡേയ്സ് ആണ്? 9 ഡേയ്സ് അല്ലേ. അപ്പോൾ 9 ഡേയ്സ് എന്ന് എഴുതുക കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരുന്നു. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കലോത്സവം 10th സ്റ്റാർട്ട് ചെയ്തിട്ട് 14th എൻഡ് ചെയ്യണു. അപ്പോൾ എത്ര ദിവസമാണ് കലോത്സവം നടന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 10 ഉൾപ്പെടുത്തണമല്ലോ. 10th തുടങ്ങി എന്ന് പറഞ്ഞാൽ 10 ഉൾപ്പെടുത്തണം. എൻഡ് ചെയ്തത് 14th പറയുമ്പോൾ 14 ഉൾപ്പെടുത്തണം. 10 14 ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക? 10, 11, 12, 13, 14. അപ്പോൾ അങ്ങനെ 5 ഡേയ്സ് എന്ന് എഴുതണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ പാർട്ട് ഓഫ് കലണ്ടർ ഈസ് ഗിവൺ ബിലോ, റൈറ്റ് ദ അതർ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ ഒരു കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ബാക്കി ഡേറ്റ്സ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 11 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 11ൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്റ്റർഡേ എന്തായിരിക്കും? എന്നാണ്. ദെൻ ടുമാറോ എന്തായിരിക്കും? 12 ആണ്. 11 വെനസ്ഡേ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ വെനസ്ഡേ എന്തായിരുന്നു? ഏത് ദിവസം? 4 അല്ലേ. ദെൻ നെക്സ്റ്റ് വീക്കിൽ വെനസ്ഡേ ഏത് ദിവസമാണ്? 18.
അങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. അത് ഈ മോഡലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. എല്ലാവരും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.